ഹായ് ഓൾ, ഞാൻ ശ്രീജ, വിഷൻ കെയർ ക്ലിനിക്കിലെ ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. ഇന്ന് നമ്മളിവിടെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് വിഷൻ കെയർ ക്ലിനിക്ക് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന സേവനങ്ങൾ നിങ്ങളെ ഒന്ന് അറിയിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ പേഷ്യൻ്റായിട്ട് വരുന്ന ഒരാളെ നമ്മൾ ആദ്യമായി അവരുടെ വിഷൻ സ്ക്രീനിങ് ആണ് നടത്തുന്നത്. അതിനുവേണ്ടി നമ്മൾ അവരുടെ കണ്ണടയുടെ പവർ ടെസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഉപയോഗിക്കുന്നത് റെറ്റിനോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു എക്യുപ്മെൻ്റ് ആണ്. ഇത് വെർച്വലൈൻ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ റെറ്റിനോസ്കോപ്പാണ്. ഇത് ജർമ്മൻ മെയ്ഡാണ്. ഇതുപയോഗിച്ച് നമുക്ക് കാറ്ററാക്ട് അഥവാ തിമിരത്തിൻ്റെ ഏർലി സ്റ്റേജസ് പോലും നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. കൂടാതെ കെരാറ്റോകോണസ് എന്ന് പറയുന്ന ഒരു ഡിസീസ് ഉണ്ട്. അത് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് ഈ എക്യുപ്മെൻറ്റിലൂടെയാണ്. സാധാരണഗതിയിൽ റെറ്റിനോസ്കോപ്പിയിലൂടെ നമ്മൾ അവരുടെ കണ്ണിൻ്റെ പവർ ടെസ്റ്റ് ചെയ്യുന്നു, ഗ്ലാസ് പ്രിസ്ക്രൈബ് ചെയ്യുന്നു, അതുവഴി കണ്ണടയുടെ ടെസ്റ്റിങ്ങുകൾ അവസാനിക്കും. പക്ഷേ ഇവിടെ നമ്മൾ അതിനുശേഷം അവരുടെ ഫണ്ടസ് എക്സാമിനേഷനാണ് നടത്തുന്നത്. ഇവിടെ ഉപയോഗിക്കുന്നത് നോൺ മിഡ്രിയാറ്റിക് ഫണ്ടസ് ക്യാമറയാണ്. അതായത് കണ്ണ് ഡയലേറ്റ് ചെയ്യാതെ തന്നെ കണ്ണിൻ്റെ റെറ്റിനയും ഒപ്റ്റിക് നെർവും ഇതിലൂടെ പരിശോധിക്കുവാനായിട്ട് സാധിക്കും. ഇതുമൂലം കണ്ണിൻ്റെ ഒപ്റ്റിക് നെർവിനെയും റെറ്റിനെയും ബാധിക്കുന്നതായ ഗ്ലോക്കോമ, ഡയബറ്റിക് റെറ്റിനോപ്പതി, മാക്കുലാർ ഹോൾ, മാക്കുലാർ ഡീജനറേഷൻ മുതലായ ഒട്ടനവധി കേസുകൾ നമുക്ക് തുടക്കത്തിൽ തന്നെ കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഇതാണ് നമ്മുടെ നോൺ മിഡ്രിയാറ്റിക് ഫണ്ടസ് ക്യാമറ. ഇതുവഴി നമുക്ക് നമ്മുടെ റെറ്റിനയുടെ ഇമേജ് ഇതുപോലെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. സാധാരണ ഡയബറ്റിസ് ഉള്ള ആൾക്കാർ ഒരു ബൈസ്റ്റാൻഡറേയും കൂട്ടി ഡോക്ടറെ അടുത്ത് ചെന്നിട്ട് ഡയലേറ്റ് ചെയ്ത് 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടൊക്കെ ചെയ്യുന്ന പരിശോധനയാണ് ഈ ഫണ്ടസ് എക്സാമിനേഷൻ എന്ന് പറയുന്നത്. നമുക്കിവിടെ അത് മരുന്ന് ഒഴിക്കാതെ തന്നെ അവരുടെ ഫണ്ടസ് എക്സാമിനേഷൻ നടത്താനായിട്ട് നമുക്ക് സാധിക്കും ഈ എക്യുപ്മെൻറ്റിലൂടെ. ഈ കുറഞ്ഞ കാലയളവിനുള്ളിൽ തന്നെ നമുക്ക് 100-ലധികം ഗ്ലോക്കോമ കേസുകളും ഡയബറ്റിക് റെറ്റിനോപ്പതി കേസുകളും കൂടാതെ മാക്കുലാർ ഹോൾ, മാക്കുലാർ ഡീജനറേഷൻ, BRVO മുതലായ ഒട്ടനവധി ഫണ്ടസുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള അസുഖങ്ങൾ കണ്ടെത്തുവാനും അത് പ്രോപ്പറായിട്ട് അതിന് വേണ്ടിയിട്ട് സ്പെഷ്യലൈസ് ചെയ്ത ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ അസുഖങ്ങൾ ഓരോന്നിനെക്കുറിച്ചും നിങ്ങൾക്ക് അറിയാനായിട്ട് താല്പര്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾക്ക് വരും വീഡിയോസിലൂടെ ഇതെല്ലാം ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. താങ്ക് യു.